Now, with great respect and pride, I cordially invite our school manager, Sri P.M. Abdurrahman sir, the visionary behind our school growth, to deliver the presidential address. വേദിയിലുള്ള ഇന്നത്തെ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ, സ്കൂൾ PTA പ്രസിഡന്റ് നുബാസ്, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റ്, ഒട്ടേറെ പ്രതീക്ഷകളോടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ചുറുചുറുക്കുള്ള മിടുക്കനായ ഒരു പ്രസിഡൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് നൂറുദ്ദീൻ. നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ നാട്ടുകാരൻ ആണ്. അദ്ദേഹം ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി സോനക്കും നല്ല മെമ്പറായി പരിചയമില്ലെങ്കിലും കഴിഞ്ഞ 5 കൊല്ലക്കാലമായി നമ്മുടെ എല്ലാ വീടുകളിലും പരിചയമുള്ള, എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു പ്രവർത്തകയായിരുന്നു ശോന. അപ്പോൾ അവർക്ക് ഈ മെമ്പർ എന്നുള്ള നിലക്കുള്ള ദൗത്യം നിർവഹിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ 5 കൊല്ലക്കാലം അവരുടെ ഭർത്താവായിരുന്നു ഈ വാർഡിൻ്റെ മെമ്പർ. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഈ ആഘോഷ പരിപാടിക്ക് എത്തിച്ചേർന്ന മികച്ച, നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കലാകാരന്മാരുടെ ഒരു ദമ്പതിമാരാണ് ഇവിടെ എത്തിച്ചേർന്നത്. ശ്രീ കബീറും അതുപോലെ ബൻസീറയും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂള് ചെറിയ ഒരു സ്കൂളാണ്. 33 വർഷക്കാലമായി ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതം തോന്നുകയാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസമുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും നഴ്സറി സ്കൂൾ ഉണ്ടായിരുന്നില്ല. അന്ന് പലപ്പോഴും ഞങ്ങൾ കാണുന്നത് ഈ കുട്ടികളെങ്ങനെ വളരെ പ്രയാസപ്പെട്ട് വെള്ളിമാട് കുന്നിലേക്കും അതുപോലെ നഗരത്തിലേക്കുമൊക്കെ നഴ്സറി പഠനത്തിന് കൊണ്ടുപോകുന്ന, അതിങ്ങനെ കണ്ടപ്പോൾ ഉണ്ടായൊരു തോന്നലാണ്, നമുക്ക് ചെറിയ തോതിൽ ഇവിടെ നഴ്സറി ആരംഭിച്ചാലോ. അങ്ങനെ ഒരു 10-20 കുട്ടികളുമായി തുടങ്ങിയതാണ്. അത് പിന്നെ 4ാം ക്ലാസ് വരെ ആയി. പിന്നീട് അങ്ങോട്ട് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇതിങ്ങനെ പ്രവർത്തിച്ചു വരുന്നതും നിലനിൽക്കുന്നതും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ താല്പര്യം കൊണ്ടാണ്. നഴ്സറി കഴിഞ്ഞപ്പോൾ അവരാണ് ആവശ്യപ്പെട്ടത് നമുക്ക് 1ാം ക്ലാസ് തുടങ്ങണം. അങ്ങനെ 1ാം ക്ലാസ് തുടങ്ങി അങ്ങനെ 4ാം ക്ലാസ് വരെ ആയി. പിന്നെയും ഉയർത്തമൊക്കെ രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ ഇവിടെ അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളൊക്കെ കിട്ടാനുള്ള പ്രയാസം കൊണ്ട് നമുക്കത് നടന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഈ 4ാം ക്ലാസ് വരെയുള്ള LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള പ്ലേ ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ആണ്, ബേസ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കുട്ടികളെ നന്നായി പ്രിപ്പയർ ചെയ്ത് അവരെ തയ്യാറെടുപ്പിച്ച് ആ 4ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് മികച്ച ഏത് വിദ്യാലയത്തിലും പോയി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ കുറേ കാലമേ നമുക്ക് സാധിച്ചത്. പഠിച്ചു പോയ കുട്ടികളൊക്കെ ആരും മോശക്കാരായില്ല. പലരും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഉദ്യോഗത്തിലും എല്ലാം ആയിട്ടുണ്ട്. പലരും നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ഏതായാലും അങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അഭിമാനിക്കാനൊക്കെ ഒട്ടേറെ വകയുണ്ട്. നമ്മുടെ അധ്യാപകരുടെ മികച്ച പ്രവർത്തനം, വളരെ ആത്മാർത്ഥമായ അർപ്പണബോധത്തോടു കൂടിയുള്ള അവരുടെ പ്രവർത്തനം, അതുപോലെ കലാകാലങ്ങളിൽ വരുന്ന PTA. ഞാൻ ആദ്യത്തെ PTA പ്രസിഡൻ്റായിരുന്ന കിഴക്കയിൽ വിജയേട്ടനെ ഓർത്തു പോവാണ്. അദ്ദേഹമാണ് ആദ്യത്തെ PTA പ്രസിഡന്റ്. അതുപോലെ അതിന് ശേഷം വന്ന എല്ലാ PTA പ്രസിഡന്റുമാരും PTA-യുടെ ടീമും ഈ വിദ്യാലയം വളർത്തിയെടുക്കുന്നതിൽ വളരെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിലും നല്ല രീതിയിൽ ചെറുതിൻ്റെ ആ സൗന്ദര്യത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായസഹകരണം ഞാൻ ഓർക്കുകയാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. ഇനിയും നമ്മുടെ വിദ്യാലയത്ത് പോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് മാത്രം പറയാം.
പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി മറ്റൊരു ചടങ്ങിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.